ഒരു 3 ഡേ അടുപ്പിച്ച് അച്ഛനെ കാണുന്നില്ല. പിന്നെ ഒരു 4th ഡേ ഈവനിങ് അമ്മ ഞാനുമായിട്ടൊരു കോടതി മുറിയുടെ അവിടെ ചെല്ലുമ്പോൾ അച്ഛനെ ഇങ്ങനെ നടുക്കിരുത്തിയിട്ട് ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നുണ്ട്. അച്ഛൻ്റെ അമ്മയുടെയും കണ്ണ് നിറയുമ്പോഴും ആ കണ്ണീര് താഴെ വീഴാനായിട്ട് അവർ അലോ ചെയ്യുന്നില്ല. കാരണം ആ UKG-കാരിയുടെ മെന്റൽ ഹെൽത്ത് അവിടെ ബ്രേക്ക് ആവരുത്. എനിക്ക് വേണ്ടിയാണ് അന്ന് അവർ കരയാതിരുന്നത്. ഇനി ഒരിക്കലും ഞാൻ പേപ്പറിൽ എഴുതി ഒപ്പിടുന്ന ഒരു കരാറിലേക്ക് എൻ്റെ ജീവിതം കൊണ്ടുപോവില്ല. ഞാനൊരു കുഞ്ഞിനെ ക്യാരി ചെയ്യുമ്പോൾ അത് എന്നോട് അത്രത്തോളം ഇഷ്ടമുള്ള ഒരാളിൻ്റെ ആയിരിക്കണം. മദർഹുഡ് എന്ന് പറയുന്നത് ഭയങ്കര ഡിവൈനാണ്. അത് നാട്ടുകാർക്ക് വേണ്ടി അവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പവിത്രതയാണ് ഇല്ലാതെ ആവുന്നത്. എന്നെ അങ്ങനെ ഒരു പ്രഷറിലേക്ക് വിടാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കും അച്ഛന് ഞാനൊരു അധ്യാപികയായാൽ മതി എന്നുള്ളതായിരുന്നു ആഗ്രഹം. 20 വയസ്സിൽ കല്യാണം കഴിച്ചു? അതെ, അന്ന് കല്യാണം കഴിച്ചു. 2 വർഷത്തിന് ശേഷം അതിൻ്റെ കാര്യത്തിൽ തീരുമാനമായപ്പോഴാണ് നമ്മൾ അടുത്തൊരു കാര്യം ഇനി കരിയറിലൊരു കയ്യൊപ്പിടണം എന്ന് തീരുമാനിക്കുന്നത്. 10,000 രൂപയിൽ നിന്നാണ് ഞാനത് തുടങ്ങുന്നത്. ആദ്യത്തെ വർക്കിലേക്ക് എത്താനായിട്ട് ഒരു 50 ക്ലയന്റിനെങ്കിലും മീറ്റ് ചെയ്യേണ്ടി വന്നു. ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പല കാര്യങ്ങൾക്കും ഒരു പരിധിവരെ നമ്മൾ ഉത്തരവാദികളാണ്. ഞാൻ എപ്പോഴും അമ്മയോട് പറയാറുണ്ട്, എൻ്റെ പ്രൊഫഷണൽ ജീവിതത്തിൽ ഞാൻ പിക്ക് ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും തന്നെ എനിക്ക് തെറ്റ് പറ്റിയിട്ടില്ല. പക്ഷേ എൻ്റെ ഒരു വ്യക്തി ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഞാൻ പലപ്പോഴും തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്ന വ്യക്തികൾ തെറ്റിപ്പോവാറുണ്ട്. 2 കൊല്ലത്തിന് ശേഷം കയ്യിലൊരു കുട്ടി വന്നിരിക്കണം, അപ്പോഴേ വുമൺഹുഡ് കംപ്ലീറ്റ് ആവുന്നുള്ളൂ. അങ്ങനെ പറയുന്ന മനുഷ്യർ ഇന്നും ജീവിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മളുള്ളത്. അപ്പോൾ അവരുടെ ഉള്ളിലെ ആഗ്രഹങ്ങൾക്കൊത്തൊന്നും എനിക്ക് ജീവിക്കാനായിട്ട് പറ്റിയിട്ടില്ല. അച്ഛനമ്മമാരുടെ കയ്യിൽ പണമുണ്ട് എന്നുള്ളത് ഒരിക്കലും ഒരു പെൺകുട്ടിയുടെ കരുത്തായിട്ട് നമ്മൾ കാണണ്ട. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ നമ്മുടെ പണം നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിലേ നമ്മുടെ ലൈഫിൽ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് കഴിയും. എന്നിലിപ്പോൾ ഏറ്റവും പ്രൗഡായിട്ടുള്ള കാര്യം എന്ത് പ്രശ്നം വന്നിട്ട് ഞാൻ എൻ്റെ എഡ്യൂക്കേഷൻ ബ്രേക്ക് ചെയ്തില്ലായിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഉള്ളിൽ ചിലപ്പോൾ ഒരുപാട് പ്രഷറും കൺഫ്യൂഷനും ഒക്കെ ഉണ്ടാവും. നമ്മുടെ അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് ഒരിക്കലും നമ്മുടെ കണ്ണിൽ നിന്ന് അത് വായിച്ചെടുക്കാനായിട്ട് പറ്റരുത്. ഇമോഷണലി ഞാൻ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആളോ അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ തന്നെ വർത്തമാനം പറയുന്ന ഒരാളൊന്നുമല്ല. ഞാൻ കരയാറുണ്ട്, ഞാൻ ദേഷ്യപ്പെടാറുണ്ട്. എന്നെ നശിപ്പിച്ച് കളയാനോ തകർക്കാനോ ഒന്നും പറ്റില്ല. കാരണം അങ്ങനെ വളർത്തിയ അച്ഛൻ്റെ അമ്മയുടെ ഒരു മകളാണ് ഞാൻ തോറ്റു കൊടുക്കില്ല. പ്രതിസന്ധികളെ മറികടന്ന് പോഷ് മാജിക്ക എന്ന ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പിനെ ഒരു പ്രീമിയം കമ്പനിയാക്കി മാറ്റിയിട്ടുള്ള അഖില ലക്കിയാണ് നമുക്കിപ്പോൾ ഉള്ളത്. നമസ്കാരം. നമസ്കാരം. ഈ പോഷ് മാജിക്ക സത്യത്തിൽ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവൻറ്റ്സിലേക്ക് എത്തുന്നതിന് മുമ്പുള്ളൊരു കാലഘട്ടം ഞാനൊരു ഇൻ്റർവ്യൂവിൽ ശ്രദ്ധിച്ചപ്പോൾ ഭീകരമായിട്ടുള്ളൊരു പ്രതിസന്ധിയെ മറികടന്നാണ് വന്നത്. ഇൻസ്പയറിംഗ് ആണ്, പക്ഷേ പുറത്ത് നിൽക്കുന്ന നമുക്കൊക്കെ. പക്ഷേ നേരിട്ട് അഖിലയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാലമാണ്. അതിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈ അഖില പറഞ്ഞൊരു സെൻറ്റൻസ് എന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ചിട്ടുണ്ട്. ഈ 0-ൽ നിന്ന് 1-ലേക്ക് എത്തുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞു. ഈ 0-ൽ നിന്ന് എങ്ങനെ 1-ലേക്ക് എത്തി? ശരിക്കും ഞാനെന്ന വ്യക്തി ഒരു ലക്ഷ്യവും ഇല്ലാത്ത ഒരാളായിരുന്നു. പഠിക്കാൻ മോശമായിരുന്നു. ലാംഗ്വേജുകളിൽ മാത്രമാണ് എനിക്ക് ശരിക്കും മാർക്ക് കിട്ടാറുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് മിടുക്കിയാണ് എന്നൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതിനുള്ള കാര്യങ്ങൾ ഞാൻ ഇപ്പുറത്ത് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ അതിനൊരു ഉത്തരവില്ല. എന്തായി തീരണം എന്നൊരു ലക്ഷ്യമില്ല, ഒന്നുമില്ലാതെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ലൈഫ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. എന്നിൽ തന്നെ കോൺഫിഡൻ്റ് അല്ലായിരുന്നു എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. കാരണം അച്ഛൻ പ്രൊട്ടക്റ്റ് ചെയ്യും, അമ്മ പ്രൊട്ടക്റ്റ് ചെയ്യും, ആരെങ്കിലുമൊക്കെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തോളും. നമ്മുടെ ഒരു കുട്ടിക്കാലം തൊട്ട് നമ്മൾ അങ്ങനെയാണല്ലോ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഒരു കാലഘട്ടം എത്തിയപ്പോൾ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നു. അവിടെയും പ്രൊട്ടക്ഷനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതുവരെ കണ്ടുവന്ന അല്ലെങ്കിൽ വളർന്നു വന്ന കാഴ്ചകളും ചുറ്റുപാടും ഒന്നും അല്ലായിരുന്നു. അപ്പം അങ്ങനെ ഒരു ഘട്ടം വന്നപ്പോൾ എന്നിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് അവനവൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരുവിധ ഐഡൻറ്റിറ്റി ഉണ്ടായിരുന്നില്ല എന്ന്. അപ്പോൾ ഐഡൻറ്റിറ്റി ഉള്ളവർക്ക് വേണ്ടിയേ മനുഷ്യർ കൂടെ നിൽക്കൂ എന്ന് അന്ന് എനിക്ക് തോന്നി. അപ്പം അങ്ങനെ ഒരു ഐഡൻറ്റിറ്റി ബിൽഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം എന്ന് ഒരു ചോദ്യം ഞാൻ എന്നോട് തന്നെ പലപ്പോഴും ചോദിച്ചു. അതിൻ്റെ ഉത്തരവായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോഷ് മാജിക്ക എന്ന് പറയുന്നത്. അച്ഛന് ഞാനൊരു ടീച്ചറായി കാണുക അങ്ങനെയൊക്കെ ആയിരുന്നു അച്ഛൻ്റെ ആഗ്രഹം. പക്ഷെ അച്ഛൻ ഇപ്പം എന്നിൽ പ്രൗഡാണ്. അന്ന് ഒരു മകൾ ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് വരിക എന്ന് പറയുന്നതും, കാരണം അച്ഛൻ ഈ പറഞ്ഞതുപോലെ 0-ൽ നിന്ന് കയറി വന്ന ഒരാളാണ്. അപ്പോൾ അച്ഛൻ അറിയാം നമ്മൾ ഓൺ ചെയ്ത് ഒരു കാര്യം തുടങ്ങുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളും അതിൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന കാര്യങ്ങളും ഒക്കെ അച്ഛൻ അറിയാവുന്നത് കൊണ്ട് തന്നെ എന്നെ അങ്ങനെ ഒരു പ്രഷറിലേക്ക് വിടാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കും അച്ഛന് ഞാനൊരു അധ്യാപികയായാൽ മതി എന്നുള്ളതായിരുന്നു ആഗ്രഹം. ഞാൻ പഠിച്ചതും B.Ed ആണ്. ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊഫഷനാണെന്ന് എടുത്തതും.
പക്ഷേ ഏതോ ഒരു കാലഘട്ടം വന്നപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്കൊരു ഐഡൻറ്റിറ്റി വേണം, ഞാനായിട്ട് ഉണ്ടാക്കിയ ഒരു ഐഡൻറ്റിറ്റി വേണം എന്ന തോന്നലിൻ്റെ പുറത്തും 10,000 രൂപയിൽ നിന്നാണ് ഞാനത് തുടങ്ങുന്നത്. 10,000 രൂപ മാത്രമാണ് കയ്യിലുള്ളത്. അത് വെച്ചിട്ട് ഒരു ബ്രോഷർ ഉണ്ടാക്കി. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു ബ്രൗൺ കളറിലെ ബ്രോഷർ. അത് ഇത്തിരി കളർഫുൾ ആക്കി. എന്നിട്ട് ഓരോ ക്ലയൻറ്റിനോടും നമ്മളിരുന്ന് പറയും, ഞാൻ ഇതൊക്കെ ചെയ്യും, ഞാൻ നല്ല ഭംഗിയായിട്ട് വർക്ക് ചെയ്തു തരും. കാരണം അവരെ കാണിക്കാൻ ഫോട്ടോ ഒന്നും ഇല്ല. ആദ്യത്തെ വർക്ക് കിട്ടിയാലല്ലേ ഒരു ക്ലയൻറ്റിന് നമുക്ക് ഇത് ഞാൻ ചെയ്ത പ്രോജക്റ്റാന്ന് പറഞ്ഞ് ഫോട്ടോ കാണിക്കാൻ പറ്റൂ. അന്ന് ആരൊക്കെയോ ചെയ്ത വർക്കിൻ്റെ കുറേ ഫോട്ടോകൾ മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. പക്ഷേ കോൺഫിഡൻ്റ് ആയിട്ട് അവരുടെ മുന്നിൽ അന്ന് കാര്യങ്ങൾ പരാജയപ്പെടാത്ത രീതിയിൽ പറഞ്ഞ് ഒപ്പിച്ച് ആദ്യത്തെ വർക്കിലേക്ക് എത്തി. ആ ആദ്യത്തെ വർക്കിലേക്ക് എത്താനായിട്ട് ഒരു 50 ക്ലയൻറ്റിനെങ്കിലും മീറ്റ് ചെയ്യേണ്ടി വന്നു. ഞാനിപ്പോൾ വിചാരിച്ചിരുന്നത് ഒരു കാര്യം തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് വർക്കൊക്കെ കിട്ടും. ഒരു 10 കൊല്ലം മുന്നേ എന്ന് പറയുമ്പോൾ I am 22. എനിക്ക് അന്ന് തുടങ്ങിയത്. അതെ, എനിക്ക് അന്ന് 22 ആയിട്ടേ ഉള്ളൂ. അപ്പോഴാണ് ഞാനിത് തുടങ്ങുന്നത്. കല്യാണത്തിന് ശേഷമല്ലേ? അതെ. കല്യാണം ഒരുപാട് നേരത്തെയായിരുന്നു. 20. അതെ, അന്ന് കല്യാണം കഴിച്ചു. 2 വർഷത്തിന് ശേഷം അതിൻ്റെ കാര്യത്തിൽ തീരുമാനം ആയപ്പോഴാണ് നമ്മൾ അടുത്തൊരു കാര്യം, ഇനി കരിയറിലൊരു കയ്യൊപ്പിടണം എന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് പോഷ് മാജിക് തുടങ്ങുന്നത്. ശാരീരികമായ പീഡനമൊക്കെ അനുഭവിച്ചിട്ടുള്ളതായിട്ട് മനസ്സിലാക്കി. പക്ഷെ അതെങ്ങനെയാണ്, അതിൻ്റെ ഒരു സിറ്റുവേഷൻ എനിക്ക് ഒന്ന് പറഞ്ഞു തരാമോ? അല്ല, അത് കൂടുതലും ഞാൻ ഇന്ന് ആലോചിക്കുമ്പോൾ എൻ്റെ തെറ്റ് തന്നെയായിരുന്നു അത്. കാരണം ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പല കാര്യങ്ങൾക്കും ഒരു പരിധിവരെ നമ്മൾ ഉത്തരവാദികളാണ്. ഞാൻ വിചാരിക്കുന്നത് നമ്മൾ നിന്നു കൊടുക്കാതെ മറ്റൊരാൾക്ക് നമ്മളെ ഒരു പരിധിവരെ വേദനിപ്പിക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ അന്ന് ഞാൻ പലതിനും നിശബ്ദമായി നിന്നു കൊടുത്തത് കൊണ്ടാണ്. അപ്പോൾ ഞാനത് അതിൽ ഇഷ്ടപ്പെട്ട വിവാഹം ആലോചിച്ച് കല്യാണം കഴിച്ച ഇഷ്ടമായിരുന്നല്ലോ. അതെ, ഇഷ്ടപ്പെട്ട തന്നെ വിവാഹത്തിലേക്ക് പോയതാ. അതെ. എന്നിട്ട് എവിടെ മുതലാ പ്രോബ്ലംസ് തുടങ്ങുന്നത്? എങ്ങനെയാ? എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ റിക്വയർമെന്റുകൾക്ക് ഞാൻ ചിലപ്പോൾ ഓക്കെ ആയിട്ടില്ലായിരിക്കാം. സൗന്ദര്യം ഇല്ല, നിലപാടുകളില്ലായിരുന്നു എനിക്ക് വ്യക്തമായിട്ട്. എനിക്ക് ഒരു കാര്യം വേണ്ടെങ്കിൽ എനിക്കത് വേണ്ട എന്ന് ശക്തിയായിട്ട് പറയാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെ മുന്നോട്ട് പോകുമ്പോഴാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇമോഷണലി യോജിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ മുന്നിൽ കാണുമ്പോൾ നമ്മൾ പ്രതികരിക്കുമല്ലോ. അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ കാര്യങ്ങളായിരുന്നു. ഒരുപാട് ഞാൻ അതിലേക്ക് ഡീറ്റെയിൽ ആയി പോകുന്നില്ല, കാരണം കഴിഞ്ഞ കാര്യങ്ങളാണല്ലോ അത്. അപ്പോൾ ഞാൻ എപ്പോഴും അമ്മയോട് പറയാറുണ്ട്, എൻ്റെ പ്രൊഫഷണൽ ജീവിതത്തിൽ ഞാൻ പിക്ക് ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും തന്നെ എനിക്ക് തെറ്റ് പറ്റിയിട്ടില്ല. പക്ഷേ എൻ്റെ ഒരു വ്യക്തി ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഞാൻ പലപ്പോഴും തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്ന വ്യക്തികൾ തെറ്റിപ്പോവാറുണ്ട്. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യം, എൻ്റെ കുറേ എടുത്തുചാട്ടവും വാശിയുണ്ട്. ഞാൻ ഭയങ്കര വാശിക്കാരിയാണ്. എനിക്കൊരു കാര്യം മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ എനിക്കത് നടക്കണം. ഞാൻ ലക്ഷ്യം വെക്കുന്ന കാര്യങ്ങൾ എനിക്ക് നടന്നിരിക്കണം. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മളോട് നമ്മുടെ വീട്ടുകാരാണെങ്കിലും വേണ്ട എന്ന് പറഞ്ഞാലും നമ്മൾ ഇമോഷണലി അത് ഉൾക്കൊള്ളില്ല. അപ്പൊ അങ്ങനെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റിപ്പോകുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ എനിക്കാണ്. പക്ഷേ ഈ ശാരീരിക ഉപദ്രവം എന്നൊക്കെ പറയുന്ന സ്റ്റേജിലേക്ക് എങ്ങനെയാ എത്തിയത്? എനിക്കിതൊന്നും അറിയില്ല. അത് അദ്ദേഹത്തിന്റെ തോന്നലായിരിക്കാം, അങ്ങനെ ചെയ്യണമായിരുന്നു എന്നുള്ളത്. അത് ബാധിച്ചു എന്നെ. പക്ഷെ ഞാനത് നല്ല ഭംഗിയായിട്ട് ഓവർകം ചെയ്തു. ഒരു പരിധി കൂടുതൽ ഞാനത് നിന്നു കൊടുത്തില്ല. ഞാൻ നന്നായിട്ട് അത് ഓവർകം ചെയ്തു. ഞാനത് ഓവർകം ചെയ്ത് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഞാൻ പ്രൗഡാണ്. ഒരുപക്ഷെ എംപവർമെന്റ് എന്ന് പറയുന്നത് ഇത്തരം സാഹചര്യങ്ങളെ നേരിട്ടാണ് നമ്മൾ പഠിക്കുക. അത്തരം ഒരു എംപവർമെന്റിന് 20 വയസ്സിൽ അവസരം കിട്ടി എന്നുള്ള രീതിയിലാണോ ഇപ്പോൾ അതിനെ നോക്കിക്കാണുന്ന അവസ്ഥ? തീർച്ചയായിട്ടും. കാരണം അന്നെല്ലാം കൺഫ്യൂഷൻ ആയിരുന്നു. മുന്നിൽ ബ്ലാങ്ക് ആയിരുന്നു. ഇത് മുന്നോട്ട് പോകുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. കാരണം ഞാൻ കാണുമ്പോൾ ഒരു ഓൺട്രപ്രണർ എന്ന് പറയുന്ന വ്യക്തികൾക്കെല്ലാം വലിയ വലിയ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ നല്ല ക്യാബിനിലൊക്കെ ഇരുന്ന് എല്ലാവരും പരിവാരങ്ങളൊക്കെ ചുറ്റുമായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്ന ആൾക്കാരെയാണ് ഞാനെന്ന് എൻ്റെ മുന്നിൽ കാണുന്നത്. അപ്പോഴാണ് ഞാനൊരു ബ്രോഷറും പേപ്പർ കെട്ടുമായിട്ട് കുറേ പേരുടെ അടുത്ത് എനിക്ക് ഇവൻ്റ് തരണേ, ഞാൻ നല്ല ഭംഗിയായിട്ട് ചെയ്യാമെന്നും പറഞ്ഞ് ചെല്ലുന്നത്. ഒരു പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ ഞാൻ തോറ്റു കൊടുക്കില്ല എന്നൊരു വാശി എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നു. അത് ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരു കാര്യം എനിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു ടൈം വെക്കും, ഇത്ര മന്തിനുള്ളിൽ എനിക്കത് ചെയ്ത് തീർക്കണം എന്ന്. ഞാൻ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. അത് തന്നെ ആയിരിക്കാം ഇന്നിവിടെ വരെ എത്തിച്ചത്. ഞാൻ ഫെഡപ്പ് ആവാറില്ല. ചില നേരത്തെ വിഷമം വരാറൊക്കെ ഉണ്ട്. ഇപ്പോൾ ചില വർക്കിൻ്റെ പുറകെ നമ്മൾ നടന്നിട്ടും ഒന്നും ആയില്ലെങ്കിൽ വിഷമം തോന്നാറൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ തോറ്റു കൊടുക്കില്ല.
ഞാൻ ആ എൻഡ് പോയിന്റ് വരെ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. ഈ സാമ്പത്തികമായ ബുദ്ധിമുട്ട് സ്വയം നിൽക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഉണ്ടായത്. കുടുംബത്തിൽ പോയി നിന്നാൽ ഇതൊന്നും ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ അപ്പോഴും സ്വന്തമായിട്ട് നിൽക്കണമെന്നായിരുന്നോ, അത് എന്ത് വാശിയുടെ പുറത്തായിരുന്നു? ഇപ്പൊ അച്ഛനെ ആശ്രയിച്ചിട്ടുണ്ട് ചില ഘട്ടങ്ങളിൽ, പക്ഷെ എങ്കിലും അതിനകത്തൊരു നമ്മൾ തന്നെ കാശുണ്ടാക്കണം എന്ന് പറയുന്ന ഒരു പക്ഷേ ഒരു പെണ്ണിന് വേണ്ട സ്വാതന്ത്ര്യവും കൂടിയാണ്. അങ്ങനെ തന്നെ അന്ന് ചിന്തിച്ചിരുന്നോ, അതേ നമ്മൾ വേറെന്തെങ്കിലും വാശിയുടെ പുറത്തായിരുന്നു അന്ന് നിന്നിരുന്നത്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പഠിക്കാനൊന്നും ഒരുപാട് മിടുക്കിയല്ലായിരുന്നു. അപ്പോൾ കൊച്ചിലെ തൊട്ട് തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും ആഗ്രഹത്തിന് എനിക്ക് ആയിത്തീരാനായിട്ടൊന്നും കഴിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് ഡിഗ്രിയിലേക്ക് കടക്കുന്നു, ഡിഗ്രി കഴിഞ്ഞ് BEd ചെയ്യുന്നു. അപ്പോഴും അച്ഛനും അമ്മയ്ക്കും എന്നെ ഒരു എഞ്ചിനീയർ ആക്കണം എന്നൊക്കെയായിരുന്നു ആഗ്രഹം. കാരണം അനിയത്തി നന്നായിട്ട് പഠിക്കും. അവള് 100ൽ 95 കിട്ടിക്കഴിഞ്ഞാൽ ആ വീട്ടിൽ വന്നിരുന്നോണ്ട് 5 മാർക്ക് പോയി എന്ന് പറഞ്ഞ് കരയുന്ന ആളാ. അപ്പോഴാണ് ഞാനിവിടെ കയ്യിലുണ്ടാവുന്ന മാർക്കൊക്കെ ആയിട്ട് ചെല്ലുന്നത്. ചില നേരത്ത് ഞാൻ പറഞ്ഞല്ലോ, ലാംഗ്വേജിന് മാത്രമേ മാർക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് എനിക്ക് അന്നൊന്നും എത്താനായിട്ട് പറ്റിയിട്ടില്ല. പക്ഷേ അത് കഴിഞ്ഞും ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നു. എല്ലാ അച്ഛനമ്മമാരെയും പോലെ അവർക്കും ഉണ്ടാവും ആഗ്രഹം, മകൾ ഇങ്ങനെ ജീവിക്കണമായിരുന്നു. കാരണം നമ്മുടെ ചുറ്റുപാടും കണ്ടീഷൻ ചെയ്ത് വിട്ടിരിക്കുന്ന കുറേ നിലപാടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. ജീവിതം ഇങ്ങനെയായിരിക്കണം, അങ്ങനെയായിരിക്കണം, 2 കൊല്ലത്തിന് ശേഷം കയ്യിലൊരു കുട്ടി വന്നിരിക്കണം, അപ്പോഴേ വുമൺഹുഡ് കംപ്ലീറ്റ് ആവുന്നുള്ളൂ. അങ്ങനെ പറയുന്ന മനുഷ്യർ ഇന്നും ജീവിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മളുള്ളത്. അപ്പോൾ അവരുടെ ഉള്ളിലെ ആഗ്രഹങ്ങൾക്കൊത്തൊന്നും എനിക്ക് ജീവിക്കാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ എനിക്ക് എന്നോട് തന്നെ കുറ്റബോധമാണോ എന്നൊന്നും അറിയില്ല. എനിക്ക് അവരുടെ മുന്നിൽ പോയി ഇരിക്കാൻ ഞാൻ കോൺഫിഡൻ്റ് അല്ലായിരുന്നു. ചിലപ്പോൾ അവരോട് എനിക്ക് തോന്നാറുണ്ട്, ഇപ്പോൾ എൻ്റെ അമ്മയോടും അച്ഛനോടും ഒരു 1 ഇയർ ബാക്കാണ്. കാരണം പലപ്പോഴും തെറ്റുകൾ എൻ്റെ ലൈഫിൽ ആവർത്തിക്കപ്പെട്ടപ്പോൾ ഒരു 1 ഇയർ ബാക്കാണ് ഞാൻ അവരോട് ഇരുന്നുകൊണ്ട് ഓപ്പണായിട്ട് എന്നെ വേറൊരാളെ എങ്ങനെ ഇഷ്ടപ്പെടുന്നതാണ് എനിക്ക് താല്പര്യം, അല്ലെങ്കിൽ അമ്മ അന്ന് എന്നോട് ഇങ്ങനെ പെരുമാറണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം, അച്ഛൻ അന്ന് എനിക്ക് ആ പ്രശ്നം വന്നപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിക്കണമെന്നായിരുന്നു ആഗ്രഹമെന്ന് എനിക്ക് തോന്നുന്നു ഒരു 1 ഇയർ ബാക്കാണ് ഞാൻ പറയുന്നത്. പക്ഷേ അത് ഞാൻ തുറന്നു പറഞ്ഞപ്പോൾ തൊട്ടിട്ട് ഞാൻ പറഞ്ഞ ഇമോഷനൊക്കെ എനിക്ക് അവർ തരുന്നുണ്ട്. പക്ഷേ ആ 20 എന്നുള്ള ആ ഒരു ഏജിൽ എനിക്കത് തുറന്നു പറയാൻ പറ്റിയിട്ടില്ല. പക്ഷേ എൻ്റെ ലൈഫിലേക്ക് വന്ന റിലേഷൻഷിപ്പ്, പ്രണയം, ദാമ്പത്യം, അങ്ങനെയുള്ള ആ ഒരു ഘട്ടത്തിൽ ഞാൻ അവരോടൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരു ഈഗോയും ഇല്ലാതെ എന്നോട് ഇങ്ങനെ ചിരിക്ക്, എന്നോട് ഇങ്ങനെ മിണ്ടാവോ, എനിക്ക് എൻ്റെ കൂടെ പുറത്ത് വന്ന് കുറച്ച് നേരം മിണ്ടിക്കൊണ്ടിരിക്കാവോ, നടക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിക്കാവോ എന്ന് അവരോട് ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഹോം എന്ന് പറയുന്നതാണ് വരുന്ന മനുഷ്യരിലൊക്കെ, എൻ്റെ പ്രണയത്തിലായാലും ദാമ്പത്യത്തിലായാലും ഞാൻ ആ മനുഷ്യനിൽ കാണാൻ ശ്രമിക്കുന്നത് ഒരു ഹോമാണ്. പക്ഷേ അവരോട് തുറന്നു പറഞ്ഞ ആ പറച്ചിൽ പലപ്പോഴും എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനോടും അമ്മയോടും ഇരുന്ന് ഞാൻ ഓപ്പണായി പറഞ്ഞാൽ മതിയായിരുന്നു. അത് ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് എനിക്ക് എന്താ വേണ്ടതെന്നും അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുന്ന ടൈമിൽ അച്ഛനെയും അമ്മയും ബുദ്ധിമുട്ടിക്കണ്ട, ഇത്രയും ബുദ്ധിമുട്ടുകൾ ഇമോഷണലി നമ്മൾ അവർക്ക് കൊടുത്തു, ഇനിയൊരു ബുദ്ധിമുട്ട് അവർക്ക് ഞാൻ ജയിച്ച് കാണിച്ചിട്ട് മതി ഇനി അവരുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോഴും കോണ്ടാക്ട് ഒക്കെ ഉണ്ട്, അച്ഛൻ വിളിക്കാറുണ്ട്, അമ്മയെ വിളിക്കാറുണ്ട്. ബിസിനസിന്റെ ഭാഗമായിട്ട് ആദ്യത്തെ കടമുറി വാടകയ്ക്ക് തന്നത് അച്ഛനാണ്. അതെ, അച്ഛൻ്റെ ഒരു റൂമാണ്. കാരണം റൂം നമ്പർ കാണിക്കണമല്ലോ നമുക്ക് തുടങ്ങുമ്പോൾ. അങ്ങനെയൊക്കെ അവർ നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷെ ഇതിലോട്ടൊന്നും പോകുന്നതിൽ അവർക്ക് താല്പര്യം ഇല്ലായിരുന്നു. അല്ല, അപ്പോഴും അച്ഛന്റെ കമ്പനി റൺ ചെയ്യുന്നുണ്ടായിരുന്നില്ലേ? ഉണ്ട്, ബിസിനസ് ഉണ്ടായിരുന്നു. വേണമെങ്കിൽ പോയി ജോയിൻ ചെയ്താൽ മതിയായിരുന്നു. എനിക്ക് തോന്നുന്നു എൻ്റെയും അച്ഛൻ്റെയും നിലപാടുകൾ എപ്പോഴും 2ആണ്. ഇന്നതെനിക്ക് വ്യക്തതയോടുകൂടി പറയാൻ പറ്റുന്നുണ്ട്. അന്ന് പക്ഷേ എനിക്ക് എന്താ കാര്യം എന്നറിയില്ലായിരുന്നു. എനിക്കതിൽ നിൽക്കാൻ താല്പര്യമില്ല, അത്രയേ ഉള്ളൂ. പിന്നെ അതെന്തൊക്കെയായാലും അച്ഛനായിട്ട് തുടങ്ങിയതല്ലേ. ഞാൻ എത്ര അതിൽ കിടന്ന് കഷ്ടപ്പെട്ടാലും, ഇപ്പം അഖിലാഞ്ജലി ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഒരു ഫേം ഉണ്ട്. അതൊരു ഗ്രൂപ്പ് ഓഫ് കമ്പനിയാണ്. അതിൻ്റെ അണ്ടറിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഞാൻ എവിടെയും പറയുമ്പോൾ പറയും, അതിൻ്റെ ടീം മാനേജ്മെൻറ്റ് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ബാക്കി അതിലെ തീരുമാനങ്ങളും കാര്യങ്ങളും പ്രോഫിറ്റും എല്ലാം അച്ഛൻ്റെ ഭാഗമാണ്. അപ്പോൾ എനിക്ക് പോഷ് മാജിക്കയുടെ അണ്ടറിൽ ഒരു HR മാനേജ്മെൻറ്റ് കമ്പനി ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അഖിലാഞ്ജലി ഗ്രൂപ്പിൽ നടക്കുന്ന ഇവൻറ്റുകളായാലും അവിടെ നടക്കുന്ന ടീം മാനേജ്മെൻ്റ് ആയാലും മാർക്കറ്റിംഗ് ടെക്നിക്കുകളായാലും ഞാൻ അപ്ലൈ ചെയ്യുന്നത്. എനിക്കെപ്പോഴും ഞാനായി തുടങ്ങിയതിലേ എൻ്റെ പേര് വരുള്ളൂ. അപ്പോൾ പോഷ് മാജിക്കയ്ക്ക് അവരൊരു റെമ്യൂണറേഷൻ തരും. പോഷ് മാജിക്ക് റെമ്യൂണറേഷൻ വാങ്ങും അവിടെ ചെയ്യുന്ന ഇവൻറ്റുകൾക്ക്. അച്ഛൻ പറയാറുണ്ട്, അവനവൻ്റെ അല്ലേ എന്തിനായി കാശ് വാങ്ങുന്നതെന്ന്. പക്ഷെ ഞാനത് പോഷ് മാജിക്ക് കൊടുക്കുന്ന ബഹുമാനമാണ്.
ഞാനായിട്ട് വളർത്തിയെടുത്ത ആ തൊഴിലിന് ഞാൻ കൊടുക്കുന്ന ബഹുമാനമാണ്. അവിടെ അച്ഛനില്ല, അമ്മയില്ല, ആരുമില്ല. ഞാനത് കോട്ട് വെച്ച് തന്നെയാണ് കാര്യങ്ങൾ പറയാറുള്ളത്. ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു ഞാൻ ചോദിച്ചതിൽ, അതായത് ഒരു വളർച്ചയുണ്ടല്ലോ, അതിന് പല പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടാവും. ഇതിപ്പം ആദ്യത്തെ ഇത് കിട്ടിയത് നമുക്കറിയാം, അതിന് ശേഷമുള്ളതിൻ്റെ ഒരു വളർച്ചയുണ്ടല്ലോ. കുറേ പേര് നമ്മുടെ കൂടെ വന്ന് ചേരുന്നു. ചിലരൊക്കെ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമ്മളോടൊപ്പം നിൽക്കില്ല. ചിലരൊക്കെ ചിലപ്പോൾ വേറെ കമ്പനിയായിട്ട് വേർതിരിഞ്ഞ് പോയിട്ടുണ്ടാവും. ഇതൊക്കെ ഒരു സ്റ്റെപ്പുണ്ട്. ഈ സ്റ്റെപ്പുകളൊക്കെ മറികടക്കുമ്പോഴാണ് നമ്മളൊരു ദിവസം രാത്രി കിടന്നുറങ്ങുമ്പോൾ ഓക്കെയാണ്, നമ്മൾ കമ്പനി കുറച്ച് നന്നാണ് എന്നുള്ള രീതിയിൽ നമുക്ക് ആശ്വസിച്ചുറങ്ങാൻ പറ്റുമല്ലോ. ആ സ്റ്റേജിലേക്ക് എത്തിയ ഒരു ഘട്ടം പറയൂ. കൂടെ നിൽക്കാൻ കുറേ നല്ല മനുഷ്യരുണ്ടായിരുന്നു എൻ്റെ ടീമിലാണെന്നുണ്ടെങ്കിലും. ആരും എന്നെ അങ്ങനെ ചീറ്റ് ചെയ്ത് പോയവരൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ അവനവൻ്റെ തൊഴിൽ തുടങ്ങി പോയ ആൾക്കാരുണ്ട്. അത് നമ്മൾ വട്ടം നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ അതിന്. ഞാനെന്നുള്ള വ്യക്തി എല്ലാവരെയും അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരാളാണ്. തിരിച്ചും ഞാനത് പ്രതീക്ഷിക്കും. ഞാനെന്നുള്ള വുമണിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാലിഡേഷനും അഫർമേഷനും ആണെന്ന് ഞാൻ പറയും. ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾക്ക് എന്നെ വാലിഡേറ്റ് ചെയ്യാൻ എപ്പോഴും അപ്പുറത്ത് എനിക്കൊരാൾ വേണം, അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ തിരിച്ചും ചെയ്യാറുണ്ട്. എൻ്റെ കൂടെ നിൽക്കുന്ന വ്യക്തികൾ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ ഞാനുമായിട്ട് ചുറ്റപ്പെട്ടവർക്ക് അതറിയാം. നീ ഇത് നന്നായിട്ട് ചെയ്തു, നല്ല ഭംഗിയായിരുന്നു എന്ന് പറയാറുണ്ട്. അപ്പോൾ അവർ കോൺഫിഡൻ്റ് ആയി ഒരു പീക്കിലേക്ക് എത്തുമ്പോൾ അവർക്ക് എന്തെങ്കിലും തുടങ്ങണം എന്ന് തോന്നും. അതിന് നമ്മൾ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. നമുക്ക് മാത്രം വളർന്നാൽ പോരല്ലോ, എല്ലാവരും വളർന്നോട്ടെ. നമുക്കുള്ളവരൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. പിന്നെ ഇത്രയും മനുഷ്യർ നമ്മുടെ ചുറ്റുമുണ്ട്, എല്ലാവർക്കും ജോലി വേണം. അപ്പോൾ ഒരാൾ പോകുമ്പോൾ അടുത്ത ആളായിട്ട് വരും. പിന്നെ നമ്മളെ ചതിക്കുന്നവരെ ഒഴിവാക്കുന്ന ഒരു രീതിയുണ്ട്. പക്ഷെ എന്നാലും വലിയ വലിയ ചതികളൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല. ചില ക്ലയൻറ്റുകളൊക്കെ ചില നേരത്ത് നമ്മൾ കൊടുക്കുന്ന കോട്ട് വർക്ക് ചെയ്ത് വേറെ ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കും. നമ്മൾ ഒരുപാട് നേരം എടുത്താണല്ലോ ഒരു കോട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം നമ്മളെ എൻഡിലേക്ക് നടത്തി ബുദ്ധിമുട്ടിച്ച് ഒരു കാര്യം വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 3 വട്ടത്തിനുള്ളിലൊക്കെ പറയാം. 10ഉം 12ഉം വട്ടമൊക്കെ നടത്തിച്ച് നമ്മൾ മെനക്കെട്ടുണ്ടാക്കുന്ന കോട്ടെടുത്ത് ഡെക്കറേഷൻ ടീമിനെ കൊണ്ട് ചെയ്യിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ അതെല്ലാവരും എല്ലാം തുടങ്ങുന്ന കാലം തൊട്ടുള്ളതാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിട്ടുകളയും. ഇതൊന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ പോയിന്റിൽ നിന്ന് മാറാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുമുണ്ട്. ഇപ്പോൾ കുറേ കോളേജിലെ കുട്ടികളാണെന്നുണ്ടെങ്കിലും കോണ്ടാക്ട് ചെയ്യാറുണ്ട്. ചേച്ചി അതെങ്ങനെയാണ് തുടങ്ങുന്നത്, എന്താ ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഞാൻ തുടങ്ങി വന്ന വഴി ഒന്നും ഹൈഡ് ചെയ്യാതെ തന്നെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഞാൻ എന്നിൽ കോൺഫിഡൻ്റ് ആണ്. അപ്പോൾ മറ്റൊരാൾ ഞാൻ ചെയ്യുന്ന കാര്യം തുടങ്ങിയെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ തകർന്നു പോകാനൊന്നും പോകുന്നില്ല. ഞാൻ അടുത്തടുത്ത വഴികളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. പോഷ് മാജിക്കയിൽ ഇന്ന് ഇപ്പോൾ പെർമനൻ്റ് ആയിട്ട് നമുക്കിന്ന് 15 പേരോളം ആണുള്ളത്. അഖിലാഞ്ജലി ഗ്രൂപ്പിൽ 50ഓളം പേരുണ്ട്. ചോദിച്ചോട്ടെ, ഇപ്പം എൻ്റെ അടുത്ത് സംസാരിക്കുന്നത് വളരെ സൗമ്യമായിട്ടാണ്, പക്ഷെ ഒരു ഷാർപ്പ് ലുക്കും ഒക്കെ ആയിട്ട് ഈ തൊഴിലാളികളോടൊക്കെ അങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുമോ ശരിക്കും? ഇല്ല, ചില നേരത്ത് ഞങ്ങളുടെ കുഴപ്പവും അതാണെന്ന് തോന്നാറുണ്ട് കേട്ടോ. ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. ഫാമിലി പോലെയാ ശരിക്കും. അത്രയും നമ്മളോട് അതാ. ചിലർ ഒരു 10 കൊല്ലത്തിനിടയ്ക്ക് ഒരാൾ നമ്മളെ ചതിക്കുന്ന ഒരാൾ വരുമ്പോൾ മാത്രമാണ് നമ്മളിപ്പോൾ ഇത്തിരി ഷാർപ്പായിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. അല്ലാത്തടത്തോളം നമ്മൾ വളരെ കൂട്ടായിട്ടാണ് പോകുന്നത്. കാരണം പണ്ടത്തെ കാലമൊന്നുമല്ല, ആരും ആരുടെയും അടിമയൊന്നുമല്ല. എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്, പിന്നെ അറിവില്ലാത്തവരല്ല. ഇന്ന് നമ്മുടെ ചുറ്റും ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവരും എല്ലാത്തിനെയും കുറിച്ച് അവെയർ ആണ്. ഒരുപാട് ചർച്ചകൾ ഉണ്ടാക്കിയതാണ് ഫ്രീഡം അറ്റ് നൈറ്റ്. ഞാൻ അതിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം കൂടെ ചോദിക്കാനുള്ളത്, ഒരു ഫീച്ചർ ഫിലിം ചെയ്യാനുള്ള സാധ്യതയുള്ള ഒരു ബിസിനസ്സുകാരിയാണ്, പക്ഷെ എന്തുകൊണ്ടാണ് ഷോർട്ട് ഫിലിമിലേക്ക് ചുരുങ്ങിയത്? എനിക്ക് ഒരു അറിവുമില്ലാത്തൊരു ഫീൽഡാണ് ഫിലിം ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തു ചാടില്ല ഒരു കാര്യത്തിലും. ചില വാശി ഉണ്ടെന്നുണ്ടെങ്കിലും അതാ ഞാൻ പറഞ്ഞ പ്രൊഫഷണലി തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഞാൻ ഒരുപാട് വട്ടം ആലോചിക്കും. ഇത് തന്നെ നേരെ ഞാനെന്നുള്ള വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് തീരുമാനം എടുക്കും. അപ്പോൾ ഈ പ്രൊഫഷണൽ ജീവിതത്തിൽ ഒരു തീരുമാനം എടുത്തപ്പോൾ ഞാൻ പെട്ടെന്ന് വന്ന് ഒന്നും അറിയാത്ത ഫീൽഡിൽ കയറി ഒരു മൂവി ചെയ്യാന്ന് പറയുന്നത് പ്രാക്ടിക്കൽ അല്ല. കാരണം അതിനു വേണ്ടി ഒരു ബൾക്ക് ഫണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അത്രയും ഫൈനാൻഷ്യലി നമ്മൾ ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഇടാമെന്ന് തീരുമാനിക്കുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് നല്ല അറിവ് വേണം. അപ്പോൾ ഒന്നുമില്ലാതെ ഒരു കാര്യം ചെയ്യുന്നതും എന്തെങ്കിലും ചെറിയ അറിവിൽ നിന്ന് തുടങ്ങി നമ്മൾ തന്നെ കോൺഫിഡൻ്റ് ആയി എന്ന് തോന്നുന്ന നേരത്തെ ഒരു കാര്യം ചെയ്യുന്നതും രണ്ടും രണ്ടാണ്. അപ്പം എനിക്കന്ന് തോന്നി ഒരു ഷോർട്ട് മൂവി ചെയ്യുമ്പോൾ ഒരു റേഞ്ച് കൂട്ടി ചെയ്യുക. എൻ്റെ കണ്ടൻറ്റിലാണെന്നുണ്ടെങ്കിലും അതെടുക്കുന്ന രീതിയിലാണെന്നുണ്ടെങ്കിലും നമുക്ക് ചോദിച്ച് പഠിക്കാനായിട്ട് പറ്റണം. ഇപ്പോൾ ഡയറക്ടറിനോട് അത് എടുക്കുമ്പോൾ ഞാൻ ഓരോന്നും ചോദിക്കുമായിരുന്നു, അതെങ്ങനെയാ ചേട്ടാ, ഇതിങ്ങനെയാണോ വരുന്നത്? ഇപ്പോഴും ഞാൻ പഠിച്ചിട്ടില്ല. ഒരു ഷോർട്ട് മൂവി കൊണ്ടൊന്നും ഒരിക്കലും ഒരു ഫുൾ മൂവി എടുക്കാനായിട്ട് നമ്മൾ പഠിക്കില്ല. പക്ഷേ എനിക്ക് നല്ല നല്ല കോൺടാക്റ്റുകളും ഇനി എങ്ങനെ അത് ചെയ്യണമെന്നും അല്ലെങ്കിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണെന്നും ഇന്ന് എനിക്ക് ഏകദേശം ഒരു ധാരണയുണ്ട്. ഞാൻ ആദ്യം ചോദിക്കേണ്ട ഒരു ചോദ്യമായിരുന്നു,
ഈ ഒരു സ്ത്രീ സംരംഭക എന്ന് നമ്മൾ പൊതുവിൽ ടാഗ് ഇട്ട് പറയുമ്പോഴും ഈ സ്ത്രീ സംരംഭകയായത് എങ്ങനെയാണെന്നുള്ളതിന് ഒരുപാട് കടമ്പകളുണ്ട്. അതിലൊരു സ്ത്രീ തന്നെ ഇരിക്കുക എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ആറ്റിറ്റ്യൂഡ്സും ഒക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇപ്പോൾ സമൂഹത്തിൽ പലരും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും, ഇവളെന്താണ് ചെയ്യുന്നത് എന്നുള്ള അർത്ഥത്തിൽ നോക്കിക്കൊണ്ടിരിക്കും. ഒരുപക്ഷെ സാമ്പത്തികമായിട്ടുള്ള ഈ പറയുന്ന ഫ്രീഡം ഒരു പെണ്ണിനെ അടയാളപ്പെടുത്തുന്നതിൽ പ്രധാനപ്പെട്ട ഘടകമല്ലേ? അതല്ലേ ശരിക്കും ആദ്യം നമ്മൾ ഉണ്ടാക്കേണ്ടത്? ഒരു പെണ്ണ് ഉണ്ടാക്കേണ്ടത് അതല്ലേ ആദ്യം? അതെ, ഞാൻ എൻ്റെ ഒരു കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, അച്ഛനമ്മമാരുടെ കയ്യിൽ പണമുണ്ട് എന്നുള്ളത് ഒരിക്കലും ഒരു പെൺകുട്ടിയുടെ കരുത്തായിട്ട് നമ്മൾ കാണണ്ട. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ നമ്മുടെ പണം നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിലേ നമ്മുടെ ലൈഫിൽ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് കഴിയും. മാന്യമായി എങ്ങനെ ഏൺ ചെയ്യാം എന്നുള്ള വഴി വേണം നമ്മൾ ആദ്യം ഒരു പെൺകുട്ടി കണ്ടെത്താനായിട്ട്. എഡ്യൂക്കേഷൻ എന്തൊക്കെ പ്രശ്നം വന്നാലും നമ്മൾ ബ്രേക്ക് ആക്കി കളയരുത്. കാരണം നമ്മളൊരു ഫൗണ്ടേഷനാണത്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇഷ്ടിക കെട്ടിപ്പൊക്കി ഒരു കെട്ടിടം പടുത്തുയർത്താനായിട്ട് പറ്റും. ആ ഫൗണ്ടേഷൻ ഇല്ലാതെ പോവരുത്. എന്തൊക്കെ പ്രശ്നം വന്നോട്ടെ, ഞാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിൽ നിന്നിട്ടാണ്. കാരണം ഈ ആദ്യ വിവാഹം കഴിഞ്ഞത് ഈ പറഞ്ഞ ഡിഗ്രി ചെയ്യുന്ന ടൈമിലായിരുന്നു. പക്ഷേ ഞാൻ എന്നിലിപ്പോൾ ഏറ്റവും പ്രൗഡായിട്ടുള്ള കാര്യം, എന്ത് പ്രശ്നം വന്നിട്ട് ഞാൻ എൻ്റെ എഡ്യൂക്കേഷൻ ബ്രേക്ക് ചെയ്തില്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ചിലയിടങ്ങളിൽ എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് നേരത്തെ ചോദിച്ചതുപോലെ അഭിമുഖീകരിക്കാനും ചോദ്യങ്ങൾക്ക് ഉത്തരം ശബ്ദത്തോടു കൂടി പറയാനും ഒക്കെ കഴിഞ്ഞത്. അപ്പോൾ പെൺകുട്ടികൾക്ക് അത്യാവശ്യമായി വേണ്ടത് ഫൈനാൻഷ്യൽ ഫ്രീഡം തന്നെയാണ്. അത് അവനവനായിട്ട് ബിൽഡ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ അതിനൊന്നും കൂടെ പുറത്തുനിന്ന് നമുക്ക് ബഹുമാനം കിട്ടും. അപ്പോൾ ഓരോ പടി നമ്മൾ മുന്നോട്ട് പോകുമ്പോഴും നമ്മളെന്ന വ്യക്തി കൊടുക്കേണ്ട ക്ലാരിറ്റിയിൽ വേണം നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ മുന്നിൽ നിൽക്കുന്ന ആളോട് പറയാൻ. അല്ലാതെ നമ്മുടെ ഉള്ളിൽ ചിലപ്പോൾ ഒരുപാട് പ്രഷറും കൺഫ്യൂഷനും ഒക്കെ ഉണ്ടാവും. നമ്മുടെ അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് ഒരിക്കലും നമ്മുടെ കണ്ണിൽ നിന്ന് അത് വായിച്ചെടുക്കാനായിട്ട് പറ്റരുത്. അപ്പോൾ ക്ലാരിറ്റിയിൽ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. ഫൈനാൻഷ്യൽ ഫ്രീഡം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്ന് ഉണ്ടാക്കിയെടുക്കണം. ഈ 2 കാര്യങ്ങളാണ് ഞാൻ എപ്പോഴും എൻ്റെ മുന്നിൽ വരുന്ന ഒരു പെൺകുട്ടിയോട് പറഞ്ഞു കൊടുക്കാറുള്ളത്. ഇതിൻ്റെ ഒരു പുതിയ ഇന്നോവേഷൻസ് ഇതൊക്കെ എവിടുന്ന മനസ്സിലാക്കുക? ഒന്നും പഠിച്ചിട്ട് ചെയ്തതല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിലേക്ക് വീട്ടിൽ ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഞാൻ തന്നെയാണ് എല്ലാം ടേബിളിലൊക്കെ അറേഞ്ച് ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ വീട്ടിൽ നടക്കുന്ന മാരേജും കാര്യങ്ങളും ഒക്കെ റിലേറ്റീവിൻ്റെയൊക്കെ കാണുമ്പോൾ നമ്മളത് ശരിക്കും ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ എനിക്ക് എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കണം. അമ്മ പറയാറുണ്ട്, എവിടെയെങ്കിലും ഒന്ന് ഇരിക്കേ, ഇങ്ങനെ പെരുവിരിപ്പിൽ ഓടി നടക്കല്ലേ എന്ന് പറയാറുണ്ട്. ഉണ്ട്. എനിക്ക് എവിടെയെങ്കിലും കുറച്ച് നേരം ഒരിടത്ത് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എനിക്ക് എന്തെങ്കിലും ചെയ്തുകൊണ്ടേ ഇരിക്കണം, അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് ഓടി നടന്ന് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് പണ്ടേ ഇഷ്ടമാണ്. ബാക്കിയെല്ലാം നമ്മുടെ മുന്നിലേക്ക് ഒരു പ്രോബ്ലം വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെടുമ്പോൾ നമുക്ക് ശക്തി കൂടും. നമുക്ക് മുന്നിലൊരു ലക്ഷ്യം വരുമ്പോൾ, ലക്ഷ്യമുള്ളപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഒരു ശക്തി ഭയങ്കരമായിട്ട് കൂടും. ആ ശക്തിയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഒരു പീരീഡിൽ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി വെഡ്ഡിങ്ങുകൾ തുടങ്ങേണ്ടതായിട്ട് വന്നു. 1 ലക്ഷം രൂപയ്ക്ക് എല്ലാ കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ളൊരു വെഡ്ഡിങ്ങിനാണ് നമ്മൾ ശരിക്കും പുറത്തേക്ക് അറിയപ്പെട്ടത്, നമ്മുടെ പേര്. പക്ഷെ ഇപ്പോൾ ഒരു 8 വർഷത്തിന് ശേഷം നമ്മൾ പ്രീമിയം വെഡ്ഡിങ്ങുകൾ മാത്രമേ അറ്റൻഡ് ചെയ്യുന്നുള്ളൂ. അതിന് കാരണം വേറൊന്നുമല്ല, ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ചുറ്റുമുണ്ട്. പിന്നെ നമുക്കും ഓരോ ഘട്ടത്തിലും വളരണമല്ലോ. അപ്പോൾ ആ വളർച്ചയുടെ ഭാഗമായിട്ട് ഇപ്പം നമ്മൾ പ്രീമിയം വെഡ്ഡിങ്ങുകൾ മാത്രം ചെയ്യാനുള്ള ടൈമേ നമുക്ക് ഉണ്ടാവാറുള്ളൂ. ആദ്യത്തെ മാരേജ് കഴിഞ്ഞിട്ട് പിന്നെ വേറെ റിലേഷൻസിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ലേ? ഉണ്ട്, മാരേജ് കഴിഞ്ഞിരുന്നു. പക്ഷേ എൻ്റെ ജീവിതം ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഈ കഴിഞ്ഞ 5 കൊല്ലവും ജീവിച്ചിരുന്നത്. ആരും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് ചെയ്തിരുന്നത്. എന്നെ ഇമോഷണലി കൊണ്ടു നടന്നിരുന്നത് ഞാൻ തന്നെയാണ്. പിന്നെ നാട്ടുകാരെ കാണിക്കാനായിട്ടൊരു ലേബലിൻ്റെ ആവശ്യം ഇന്നെനിക്കില്ല എന്നുള്ള കാര്യത്തിൽ ഞാൻ കോൺഫിഡൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ മതി, ഐ ആം ഇനഫ്. മറ്റൊന്നിൻ്റെ ആവശ്യം എനിക്കില്ല. പിന്നെ എൻ്റെ അച്ഛനുണ്ട്, ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, അനിയത്തിയുണ്ട്, നല്ല കൂട്ടുകാരുണ്ട്. ഇവരൊക്കെ മതി. ഇമോഷണലി ഞാൻ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആളോ അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ തന്നെ വർത്തമാനം പറയുന്ന ഒരാളൊന്നും അല്ല. ഞാൻ കരയാറുണ്ട്, ഞാൻ ദേഷ്യപ്പെടാറുണ്ട്. പക്ഷെ എൻ്റെ മെൻ്റൽ ഹെൽത്ത് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് എൻ്റെ മാത്രം ഉത്തരവാദിത്വമാണ്. അത് ഞാൻ ഒരിക്കലും മറ്റൊരാളിലേക്ക് വിട്ടുകൊടുക്കില്ല. ഞാനത് പറയുമ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നൊരു കാര്യമുണ്ട്. ഞാൻ UKG പഠിക്കുമ്പോൾ അച്ഛൻ എന്നും വൈകിട്ട് വരുന്നത് ഇങ്ങനെ നോക്കിയിരിക്കും. എനിക്ക് തോന്നുന്നു പെമ്മക്കളെല്ലാവരും അങ്ങനെയായിരിക്കും. അപ്പോൾ അച്ഛൻ എന്നും വൈകിട്ട് വരുമ്പോൾ ഒരു മിൽക്കി ബാറോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് അച്ഛൻ വരാറുള്ളത്. അപ്പോൾ അന്ന് ഞങ്ങൾക്കൊന്നും ഇല്ല, ഞങ്ങളൊരു വാടക വീട്ടിലാണ്. ഇന്ന് കാണുന്ന ആർഭാടവും ഈ കാണുന്ന എംപയറും ഒന്നുമില്ല. ഒരു 3 ഡേ അടുപ്പിച്ച് അച്ഛനെ കാണുന്നില്ല. അപ്പോൾ പിന്നെ ഒരു 4th ഡേ ഈവനിങ് അമ്മ ഞാനുമായിട്ടൊരു കോടതി മുറിയുടെ അവിടെ ചെല്ലുമ്പോൾ അച്ഛനെ ഇങ്ങനെ നടുക്കിരുത്തിയിട്ട് ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നുണ്ട്.
അച്ഛൻ ആരോ ചതിച്ചതാണ്, അച്ഛൻ എന്തിലോ പെട്ടുപോയതാണ്. എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് അച്ഛൻ അവർ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. പക്ഷേ അന്നൊന്നുമില്ലാത്ത അച്ഛൻ്റെ കൂടെ എൻ്റെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛൻ്റെ അമ്മയുടെയും കണ്ണ് നിറയുമ്പോഴും ആ കണ്ണീര് താഴെ വീഴാനായിട്ട് അവർ അലോ ചെയ്യുന്നില്ല. കാരണം ആ UKG-കാരിയുടെ മെൻ്റൽ ഹെൽത്ത് അവിടെ ബ്രേക്ക് ആവരുത്. എനിക്ക് വേണ്ടിയാണ് അന്ന് അവർ കരയാതിരുന്നത്. എൻ്റെ മെൻ്റൽ ഹെൽത്ത് ബ്രേക്ക് ഡൗൺ ആവാതിരിക്കാൻ വേണ്ടിയാണ് അന്ന് അവർ കരയാതിരുന്നത്. അപ്പോൾ ആ UKG-കാരിക്ക് വേണ്ടി അച്ഛനും അമ്മയും അന്ന് ചെയ്തത് നാളെ വേറൊരാൾ കയറി വന്ന് ബ്രേക്ക് ചെയ്യാൻ ഞാൻ അലോ ചെയ്യില്ല. എനിക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ഇടയ്ക്ക് വരെ ഞാൻ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ആളാണ്. പക്ഷെ അതിനൊന്നും ഒരു പരിധിക്കപ്പുറം എന്നെ നശിപ്പിച്ച് കളയാനോ തകർക്കാനോ ഒന്നും പറ്റില്ല. കാരണം അങ്ങനെ വളർത്തിയ അച്ഛൻ്റെ അമ്മയുടെ ഒരു മകളാണ് ഞാൻ തോറ്റു കൊടുക്കില്ല. ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ഇവിടെ നിന്നാ പഠിച്ചത്? പഠിച്ചതല്ല, എനിക്ക് തോന്നുന്നു പഠിപ്പിച്ചതാണെന്ന് തോന്നുന്നു മുന്നിൽ വന്ന ഓരോരുത്തരും. അല്ല, ഇങ്ങനെയൊക്കെ ബോൾഡായിട്ട് സംസാരിക്കുമ്പോൾ ആൾക്കാർക്ക് വന്ന ഉപദേശങ്ങളും ഒക്കെ ചോദിക്കുമല്ലോ, ചുറ്റും നിൽക്കുന്ന പെൺകുട്ടികളൊക്കെ വന്നിട്ട് ഉപദേശം ചോദിക്കുമല്ലോ. ചിലതൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് കാശുണ്ടാക്കി നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാലിൽ നിൽക്കൂ എന്ന് പറയുകയും അതിനെ പറ്റിയിട്ടുള്ള വഴികളുമൊക്കെ പറഞ്ഞു കൊടുക്കുകയായിരിക്കുമോ ചെയ്യണേ? വേറൊരാളുടെ മുന്നിൽ പോയി തല കുനിക്കേണ്ടതൊന്നും നമ്മൾ ചെയ്ത് വെക്കണ്ട. നമ്മുടെ കയ്യിൽ എന്തുണ്ടോ നാളെ ആരോടും ഉത്തരം പറയേണ്ടി വരരുത്. ആ ഉത്തരം വേറൊരാളുടെ മുന്നിൽ പോയി നിന്ന് അയ്യോ അതെനിക്ക് പറ്റിയില്ല. ഇപ്പം ഞാൻ തുടങ്ങിയപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഉത്തരം ആർക്കും കൊടുക്കണ്ടായിരുന്നു. ചിലപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും 50ഓളം ക്ലയൻറ്റുകളുടെ അടുത്ത് പോയിട്ടും ഞാൻ തളർന്നു പോവാതിരുന്നത്. നേരെ മറിച്ച് എൻ്റെ പിന്നിൽ ഒരാളോട് ഞാൻ ഉത്തരം പറയാനുണ്ടെങ്കിൽ ഞാനൊരു പോയിന്റ് എത്തുമ്പോൾ ഞാൻ ഫെഡപ്പ് ആവും. അപ്പോൾ അങ്ങനെ ആർക്കും ഉത്തരം കൊടുക്കേണ്ട ഒരു ലെവലിലോട്ട് പോവാതെ നമ്മളെ കൊണ്ട് കഴിയുന്നതുണ്ടല്ലോ, ചിലപ്പോൾ അതൊരു ചായക്കച്ചവടമായിരിക്കും. നമ്മളെ കൊണ്ട് അതേ പറ്റുന്നുള്ളൂ, നമ്മളത് ചെയ്താൽ മതി. മാന്യതയുള്ളത് എന്തും തൊഴിൽ തന്നെയാണ്. അപ്പം എന്നെ കൊണ്ട് അന്ന് അതേ കഴിയുള്ളായിരുന്നു, ഞാൻ അതേ ചെയ്തുള്ളൂ. നിങ്ങളും നിങ്ങളെ കൊണ്ട് പറ്റുന്നത് എന്താണോ. നമ്മൾ പ്രൊഫഷണലി മുന്നോട്ട് പോകുമ്പോൾ തെറ്റൊക്കെ പറ്റും കേട്ടോ. ഇപ്പോൾ ചില ഇവൻറ്റുകളിൽ ഞാൻ ഇത്ര നാൾ ചെയ്തതിൽ ഞാൻ 2 ഇവൻറ്റ് ചെയ്ത് ഞാൻ ഫ്ലോപ്പ് ആക്കിയിട്ടുണ്ട്. അത് ഞാൻ അഡ്മിറ്റ് ചെയ്യണു. പക്ഷേ നമ്മളൊരു തുടക്കം വരുമ്പോൾ നമ്മുടെ വളർച്ചയ്ക്ക് വേറെ ആരും ഞാൻ കാരണമല്ലേ നീ വളർന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വരാൻ ഒരാളെ പിന്നിലിടണ്ട. എത്രത്തോളം ഇവന്റുകൾ ചെയ്തിട്ടുണ്ടോ? വെറുതെ ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ട് ചോദിക്കാം ഒരു കണക്ക്. 150-ന് മേൽ ചെയ്തിട്ടുണ്ട്. ലൈഫ് എന്ന് പറയുന്ന സാധനം നമ്മൾ പല രീതിയിലാണ് കാണുന്നത്. ഇപ്പോൾ ബിസിനസ്സിലെ സക്സസ് ഒരു വഴിക്ക് പോകുമ്പോൾ നമ്മുടെ ലൈഫ് സക്സസ് ആയില്ല എന്ന് എവിടെയെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റപ്പെടുന്നതിനെ തോൽവിയായിട്ടാണ് ഞാനൊരു കാലഘട്ടം വരെ കണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്തടുത്ത തീരുമാനങ്ങളിലേക്ക് ചാടി കയറിയത് പെട്ടെന്നായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് ഐ ആം 30 നൗ. അപ്പോൾ ഇന്ന് ചിന്തിക്കുമ്പോൾ എനിക്കറിയാം നമ്മളോട് തന്നെ ട്രൂത്ത്ഫുള്ളായിട്ട് രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റിയ അതാണ് ഏറ്റവും വലിയ വിജയം എന്നുള്ളത്. അപ്പം എനിക്ക് നന്നായിട്ട് ഉറങ്ങാനായിട്ട് പറ്റണം. വേറെ ആരെയും ഒന്നും ബോധിപ്പിക്കേണ്ടി വരരുത്. ആരും കയറി ആർക്കും എന്തും പറയാവുന്ന ഒരിടമായി ഞാൻ മാറരുത് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ അതാണ് വിജയം എന്ന് പറയുന്നത് നമ്മുടെ. അല്ലാതെ ഒറ്റപ്പെട്ടു പോകുന്നത് എപ്പോഴാണ്? നമ്മുടെ ലൈഫിൽ നിന്ന് നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളെ നമ്മൾ എടുത്തു മാറ്റുമ്പോഴാണ് നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നു എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വിധിയായിട്ട് ഇപ്പോൾ മരണപ്പെട്ടു പോകുന്നവരുണ്ട്, കൂടെ നിൽക്കുന്ന മനുഷ്യർ, അതൊക്കെ വേറെ കാറ്റഗറി. അല്ലാതെ നമ്മളായിട്ട് ചില ആൾക്കാരെ നമ്മൾ മാറ്റുമല്ലോ, അത് നമുക്ക് വേണ്ടാത്തതിനെ നമ്മൾ മാറ്റുന്നതാ. ആ കാലഘട്ടത്തിനെയാണ് നമ്മൾ ഈ ഒറ്റപ്പെടലെന്ന് പറയുന്നത്. അതൊരിക്കലും തോൽവിയല്ല, അത് വിജയത്തിലേക്കുള്ളൊരു റൂട്ടാണത്. ആ ടൈമിൽ നമ്മളെ കേൾക്കാനും നമ്മളോട് മിണ്ടാനും ചുറ്റും കുറച്ച് പേരുണ്ടാവണം. അപ്പോൾ എനിക്കതെന്നും ഉണ്ടായിരുന്നു. എൻ്റെ കൂട്ടുകാരായിട്ടും ഇപ്പോൾ വീടും കൂടി എൻ്റെ കൂടെ നന്നായിട്ടുണ്ട്. ഇപ്പം അച്ഛനും അമ്മയാണെന്നുണ്ടെങ്കിലും അവരോട് എനിക്ക് വേണ്ടത് എന്താണ്? എനിക്ക് വേണ്ടത് ഇമോഷണൽ ബൗണ്ടറി മാത്രമാണ്. അതെനിക്ക് വേണ്ടത് എന്താണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നാറുണ്ട് എൻ്റെ അച്ഛനും അമ്മയും ഇത്രയും ശക്തമായിട്ട് എൻ്റെ കൂടെ നിൽക്കുന്നത് ഇപ്പോഴാണ്. അത് ഞാൻ ഓപ്പണപ്പ് ആയതുകൊണ്ടാണ്. പുറത്ത് പലരോടും ചോദിച്ചിരുന്ന പല കാര്യങ്ങളും എൻ്റെ വീട്ടിൽ ചോദിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ആ തിരിച്ചറിവിലേക്ക് ഞാൻ എത്താനായിട്ട് ഇത്രയും ട്രാവൽ ചെയ്യേണ്ടി വന്നു. ഒരു കാര്യം കൂടെയുള്ള, ഈ എല്ലാ ബിസിനസ്സിനെയും ബാധിച്ചതാണ് കോവിഡ് മറികടന്ന് വരുന്നവരൊക്കെ സക്സസ്ഫുള്ളാണ്. കാരണം അങ്ങനെയാണ് നമ്മളിപ്പോൾ. ഇല്ലെങ്കിൽ നമ്മൾ ജോലി മാറിയിട്ടുണ്ട്. ഇപ്പം ഞാനൊക്കെ തന്നെ കോവിഡിൻ്റെ സമയത്ത് ജോലി മാറേണ്ടി വന്നു. അപ്പം വലിയ സ്ക്രീനിൽ നിന്ന് വേറൊരു സ്ക്രീനിലേക്ക് മാറുക, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ ആ ജോലി മാനേജ് ചെയ്തിട്ടുണ്ട്. കോവിഡിൻ്റെ സമയത്ത് എങ്ങനെയായിരുന്നു? ഇവന്റ് മാനേജ്മെന്റ് ഒക്കെ നിന്നുപോയ സമയമായിരുന്നു. ആ ടൈമിലാണ് ഞാൻ ഈ പറഞ്ഞ ഫ്രീഡം അറ്റ് മിഡ്നൈറ്റ് എടുത്തത്. അതെ, ഞാൻ നേരെ ഇപ്പുറത്തോട്ട് ചാടി. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല, എനിക്ക് എന്തെങ്കിലും ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോഴാണ് മീഡിയ പ്ലാറ്റ്ഫോമുകൾ മാത്രമേ ആക്റ്റീവ് ആയിട്ടുള്ളൂ. അങ്ങനെയാണ് ഈ ഒരു പ്രോജക്റ്റ് ചെയ്യാമെന്നും ഇതിലൂടെ നാളെ ഞാൻ വിചാരിക്കുന്ന മറ്റൊരു ആഗ്രഹത്തിലേക്ക് എത്താമെന്നും പ്ലാൻ ചെയ്യുന്നത്. സിനിമയാണോ?
അതെ, ഉറപ്പായിട്ടും. അത് അടിപൊളി. അത്രയും നല്ലൊരു പ്രോജക്റ്റ് വരുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും ചെയ്യും. എൻ്റെ ടൈമും കൂടി മാറ്റി വെക്കാൻ ഉണ്ടാവണം. കാരണം ഷോർട്ട് മൂവി ചെയ്യാനായിട്ട് 3 or 4 ഡേ മതിയായിരുന്നു. അതൊരു 1 year എടുത്ത് ആലോചിച്ച് ചെയ്ത പ്രോജക്റ്റ് ആണെങ്കിലും അതിൻ്റെ ഷൂട്ടിംഗ് ടൈം ഒക്കെ ഒരു 3 day വന്നുള്ളൂ. പക്ഷേ ഒരു ഫുൾ മൂവി ആകുമ്പോൾ അങ്ങനെയല്ലല്ലോ. നമ്മൾ ഇടുന്ന പണവും നമ്മൾ വാല്യൂ ചെയ്യണ്ടേ. അപ്പം നമ്മൾ അവിടെ ഉണ്ടാവണം. ഞാൻ ഇനി ഒരുപാട് പഠിക്കാനുണ്ട് അതിനെക്കുറിച്ചിട്ട്. അപ്പോൾ എനിക്ക് തന്നെ എന്നിലൊരു ബോധ്യം വരുമ്പോൾ ഞാനത് ചെയ്യും. ഒരാഗ്രഹമാണ്. ഭാവിയിലെ ഫിലിം പ്രൊഡ്യൂസറാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. ഓൺട്രപ്രൂണർ ആണ് ഞാൻ എന്ന് കേൾക്കാനാണ് എനിക്കിഷ്ടം. പക്ഷെ ഇത് ഒരു ആഗ്രഹമാണ്. എൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ തന്നെയല്ലേ നടത്തേണ്ടത്. അപ്പോൾ എൻ്റെ ആഗ്രഹമായിട്ട് ഞാൻ മുമ്പിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഒരു ദിവസം ഉണ്ടാവട്ടെ. ഏതായാലും കുറച്ചുകൂടെ ഒരു സ്വപ്നങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇവന്റ് മാനേജ്മെന്റും ഒപ്പം ഇങ്ങനെ പോകുന്നുണ്ട്. എവിടെ പ്ലേസ് ചെയ്യണമെന്നാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്? ടേൺ ഓവർ ആണോ നോക്കേണ്ടത്, അതേ നമ്മൾ കമ്പനിയുടെ ഒരു പേരാണോ, അത് രണ്ടോ? ടേൺ ഓവറും പേരും പാരലലി ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് ദുബായിലൊരു ഫേം പോഷ് മാജിക്കേഡ് ഓപ്പൺ ആക്കണം എന്നുള്ളത് ഒരു ആഗ്രഹമായിരുന്നു. അത് ഈ ഇയറിൽ നമ്മൾ ഓപ്പൺ ചെയ്യാണ്. അതിനുള്ള കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതാണ് ഇപ്പം മുന്നിലുള്ള ടാർഗറ്റ്. ഈ വിവാഹം കഴിയുന്ന അവസരത്തിൽ തന്നെ എല്ലാവരും ചോദിക്കും, കുഞ്ഞായില്ലേ കുഞ്ഞായില്ലേ എന്ന് ചോദിക്കും. ഈ 2 വിവാഹം കഴിച്ചപ്പോഴും ഈ വീട്ടിൽ നിന്ന് പ്രഷറോ ഇല്ലെങ്കിൽ പുറത്തുനിന്നുള്ള പ്രഷറോ ഒക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്തത്? ഞാൻ ആ ചോദ്യം കേട്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഞാനപ്പോൾ തിരിച്ച് ഞാൻ എൻ്റെ അമ്മയോട് ഞാൻ ചോദിക്കാറുണ്ട്, ഞാനൊരു കുഞ്ഞിനെ ക്യാരി ചെയ്യുമ്പോൾ അത് എന്നോട് അത്രത്തോളം ഇഷ്ടമുള്ള ഒരാളിൻ്റെ ആയിരിക്കണം. എനിക്ക് അതായത് ഒരു സിമ്പിൾ ഓഫ് ലവ് എന്നൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതായിരിക്കണം ഒരു കുഞ്ഞ് എന്ന് പറയുന്നത്. അല്ലാതെ നാട്ടുകാർക്ക് വേണ്ടിയോ വീട്ടുകാർക്ക് വേണ്ടിയോ നമ്മൾ ചെയ്യാനുള്ളൊരു കാര്യമല്ല മദർഹുഡ് എന്ന് പറയുന്നത്. മദർഹുഡ് എന്ന് പറയുന്നത് ഭയങ്കര ഡിവൈനാണ്. അത് നാട്ടുകാർക്ക് വേണ്ടി അവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പവിത്രതയാണ് ഇല്ലാതെ ആവുന്നത്. അപ്പം നമുക്ക് എനിക്ക് ഞാനെന്നുള്ള വ്യക്തിയോടും എൻ്റെ ശരീരത്തോടും ഉള്ളൊരു റെസ്പെക്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ഞാനൊരു ക്യാരിയർ മാത്രമായി പോവരുത്. എനിക്ക് നിർബന്ധമുണ്ട്. കാരണം പല അമ്മമാരും അച്ഛന്മാരും ഒരു വീട്ടിലൊരു വഴക്കുണ്ടാവുമ്പോഴേ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, ഈ കുഞ്ഞുങ്ങളുണ്ടായി പോയത് കൊണ്ട് ഞാൻ കൂടെ ജീവിക്കുന്നതാണെന്ന്. ശരിക്കും അത് കേട്ട് വളരുന്ന കുഞ്ഞുങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? വളരെ ചെറിയ പ്രായത്തിലേ അവർ കേൾക്കുകയാണ്, ഞാൻ അച്ഛനും അമ്മയ്ക്കും ഇപ്പോൾ ബേർഡൻ ആണോ, ഞാൻ കാരണമാണോ ഇവർ വഴക്കുണ്ടാക്കുന്നത്, ഞാൻ കാരണമാണോ ഇവരുടെ ജീവിതം നശിഞ്ഞു പോയത്. അപ്പം നമ്മളൊരു മദർഹുഡ് എന്നൊക്കെ പറയുന്നൊരു തീരുമാനം എടുക്കുമ്പോൾ ഒരു 10 വട്ടം ആലോചിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഒറ്റയ്ക്ക് മക്കളെ നോക്കി വളർത്തുന്ന ഒരുപാട് അമ്മമാരുണ്ട്. ഇപ്പം എൻ്റെ ചുറ്റും തന്നെ എൻ്റെ കൂട്ടുകാരിൽ തന്നെ ഒരുപാട് പേരുണ്ട് ഭംഗിയായിട്ട് കുട്ടികളെ ഒറ്റയ്ക്ക് നിന്ന് ശക്തിയായിട്ട് മോൾഡ് ഔട്ട് ചെയ്ത് കൊണ്ടുവരുന്നവർ. പക്ഷെ അവരതിനു വേണ്ടി എടുക്കുന്നൊരു പ്രഷറുണ്ട്. പലപ്പോഴും നമ്മൾ മാത്രം ഇരിക്കുന്ന പല ടേബിളിനപ്പുറം ഇരുന്നുകൊണ്ട് പറയാറുണ്ട്, അങ്ങനെ ഒരു കമ്മിറ്റ്മെൻ്റ് എടുത്ത് വെക്കരുത് കേട്ടോ, ഞങ്ങളൊക്കെ പിന്നെ ഇതിലായി പോയത് കൊണ്ട് നമുക്കത് ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോയേ പറ്റുള്ളൂ. പക്ഷേ അങ്ങനെ ഒരു തീരുമാനത്തിലേക്കൊക്കെ വരുമ്പോൾ ഒരു 10 വട്ടമെങ്കിലും ചിന്തിക്കണം. നമ്മുടെ മുന്നിലിരിക്കുന്നത് ഒരു കുഞ്ഞാണെങ്കിലും ഒരു വ്യക്തിയാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും കേൾക്കുമ്പോഴേ ചെറിയ പ്രായമാണെങ്കിലും അവർക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ലൈഫിലെടുത്തൊരു തീരുമാനമാണ്. നമ്മൾ വിചാരിച്ചത് കൊണ്ടാണല്ലോ അവർ ഈ ഭൂമിയിലേക്ക് വന്നത്. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ ബ്ലെയിമും കൂടി നമ്മൾ എടുക്കാനായിട്ട് റെഡി ആയിരിക്കണം. അങ്ങനെ ഒരു വുമൺ കോൺഫിഡൻ്റ് ആവുന്ന ഒരു ഘട്ടം വരുമ്പോൾ മാത്രമേ ആ ഒരു തീരുമാനത്തിലേക്ക് കടക്കാവൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വേറൊരു കാര്യം കൂടെ ഉള്ളത്, ഈ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഒരുപാട് പേര് പ്രപ്പോസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് പലതരത്തിലാണത് വരിക. അത് പലതരത്തിൽ നമ്മൾ നേരിടേണ്ടി വരും. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കണ്ണുകൊണ്ടൊക്കെ നേരിടുമായിരിക്കും, ഇല്ലെങ്കിൽ നാക്കുകൊണ്ട് നേരിടുമായിരിക്കും. എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതിനെങ്ങനെയാണ്? അല്ല, ഇനി ഒരിക്കലും ഞാൻ പേപ്പറിൽ എഴുതി ഒപ്പിടുന്ന ഒരു കരാറിലേക്ക് എൻ്റെ ജീവിതം കൊണ്ടുപോവില്ല. അപ്പോൾ ആരെങ്കിലും ഇങ്ങോട്ട് വന്നു എന്നും പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഓക്കെ പറയുന്ന ഒരാളുമല്ല ഞാൻ. നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ശബ്ദം തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ടൂള്. അതുകൊണ്ട് ഒരുമാതിരിപ്പെട്ടവരൊന്നും അങ്ങനെ പെട്ടെന്ന് വരാറില്ല. ഇനി വന്നാൽ തന്നെ അതെങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അത് ഞാൻ പറഞ്ഞ മുന്നോട്ട് പോകുമ്പോൾ ഇനി ഇതുവരെ കാണിച്ച പോലെ പേപ്പറിൽ എഴുതി ഒപ്പിടുന്ന ഒരു അബദ്ധം ഉണ്ടല്ലോ, അത് ഞാനിനി എന്തായാലും ചെയ്യില്ല. ഐ ആം ഇനഫ്, ഞാൻ മതി. ഒരുപക്ഷെ അഖില നേരിട്ട പ്രതിസന്ധികളെ കുറിച്ച് നമുക്ക് പൂർണ്ണമായും മനസ്സിലായില്ലെങ്കിലും അഖിലയുടെ മുഖത്ത് കാണുന്ന സന്തോഷവും ആത്മവിശ്വാസവും, ചിലപ്പോഴൊക്കെ തൻ്റെ ഇടം എന്നൊക്കെ ആൾക്കാർ വിളിക്കാറില്ല, തൻ്റേതായ ഒരു ഇടം തന്നെ ഉണ്ടാക്കി മുന്നോട്ട് പോകുന്നുണ്ട്. അതൊരുപക്ഷെ നമുക്ക് എല്ലാവർക്കും ഇൻസ്പിറേഷനായി എന്ന് കരുതുന്നുണ്ട്. എനിക്കെന്തായാലും ഒരു ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുണ്ട്. എനിക്ക് പൂർണ്ണമായി എക്സ്പ്ലോർ ചെയ്യാൻ കഴിഞ്ഞു എന്നറിഞ്ഞൂടാ. എന്തായാലും സംസാരിക്കാൻ കഴിഞ്ഞാൽ നന്ദിയുണ്ട്. താങ്ക് യു.